ഉമ്മമാരെ, ഒരു ചെറിയ കുട്ടിയെയും പാകത്തിനപ്പുറം തീറ്റിക്കരുത്. പാകത്തിനുള്ള ഭക്ഷണം കൊടുക്കണം. ആ കുട്ടി പറയാണ് ഒരപ്പം മതി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, ഒരപ്പം മതി. 4 അപ്പം തന്നെ നീ കഴിച്ചോളണം എന്ന് പറയരുത്. അങ്ങനെ നിങ്ങൾ 4 അപ്പം കൊടുത്ത കുട്ടി വായിക്കാനോ എഴുതാനോ വേണ്ടി ആ ടേബിളിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ആ കസേരയിലിരുന്ന ആ കുട്ടി ഉറങ്ങിയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ ആ കുട്ടിയെ ശകാരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ശകാരിക്കേണ്ടത്. അത്യാവശ്യത്തിന് ഒരപ്പം മതി, എനിക്ക് 2 പത്തിരി 3 പത്തിരി മതി എന്ന് പറയുന്ന കുട്ടിയോട് ഇഷ്ടം പോലെ കുത്തിത്തിരുകി കൊടുത്തിട്ട് ആ കുട്ടിയുടെ ശരീരം കനം കൂടിയിട്ട് ഭാരം കൂടിയിട്ട് ആ കുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഉറക്കിലേക്ക് വീഴുന്നു. എത്രയായിട്ടും ആ കുട്ടിയെ നിവർത്തിയിട്ട് ആ കുട്ടിക്ക് നിങ്ങൾ ഏത് രൂപത്തിൽ മുഖത്ത് വെള്ളം തെളിച്ചാലും വീണ്ടും കുറച്ച് കഴിയുമ്പോഴേക്ക് കുട്ടി ഉറങ്ങും. കാരണം നേരത്തെ ആ കുട്ടിയെ നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിയന്ത്രിച്ചില്ല. ആ കുട്ടിക്ക് ഇപ്പൊ പ്രായത്തിനൊക്കാത്ത രീതിയിലുള്ള വെയിറ്റാണുള്ളത്. ഒന്നാമത്തെ കേട് സിഖലു ജിസ്മിൻ, പ്രായത്തിനപ്പുറമുള്ള ഖനം. ഓൻ്റെ പ്രായം കണ്ടാൽ ഏകദേശം ഒരു +2 എത്തിയിട്ടുണ്ടെന്ന് തോന്നും. അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ ആകെ 5ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ. അവനെ കാണുന്നവരൊക്കെ ചോദിക്കും SSLC ആണോ SSLC ആണോ +2 ആണോ എന്ന്. അവൻ പറയുന്നു പടച്ചോനെ ഞാൻ കുടുങ്ങിയല്ലോ, ഇങ്ങനെ ഇനി ഈ വെയിറ്റ് കുറക്കാൻ എന്താ മാർഗം? അപ്പം പിന്നെ ഓനെ പല ജാമിലും ജൂമിലും കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ വരട്ടാണ്. പക്ഷെ വരട്ടിയിട്ടൊന്നും വരലുന്നില്ല. ഓനെ കുറേ ഉന്തുന്നു, നടത്തുന്നു, നീക്കുന്നു. പിന്നെ ഈ ചക്കില കൊണ്ടുപോയിട്ട് കുറേ ഇങ്ങനെ കറക്കി നോക്കണം വരെ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ അവന് ബന്ധപ്പെട്ട് കുറേ മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്നു. അതുകൊണ്ടൊന്നും ഫലം കിട്ടുന്നില്ല. കാരണം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാതെ കട്ടികൂടിപ്പോയി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഹ്ദീബു സുബ്യാൻ വിശദീകരിക്കുന്നിടത്ത് കുട്ടികളുടെ സംസ്കരണ പ്രക്രിയകൾ വിശദീകരിക്കുന്ന മഹാനവറുകൾ പറയുന്നുണ്ട്, പരിധിക്കപ്പുറം ഭക്ഷണം കൊടുക്കരുത്. ഇതിലുള്ള കുറച്ചൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ. പാപ്പാനി ഉമ്മാനി ഉസ്താദുമാരൊക്കെ അനുസരിക്കാൻ കാരണം അന്ന് കിട്ടിയ 1/2 റൊട്ടിയല്ലേ കാരണം. മദ്രസിലേക്ക് അന്ന് പോകുമ്പോൾ 1/2 റൊട്ടി 1/4 റൊട്ടിയല്ലേ കിട്ടിയിരുന്നുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ചില ആളുകൾക്കൊക്കെ അന്ന് കിട്ടിയിരുന്നത് എന്താ, ഈ അരി പൊടിച്ചിട്ട് അതിൻ്റെ കുറച്ച് പൊടി ഉണ്ടാകും ചെറിയൊരു പാത്രത്തിൽ, അത് ചായ അങ്ങനെ ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ച് തിന്നാൻ വേണ്ടി തരും. മദ്രസിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അരിപ്പൊടിയോ മറ്റൊക്കെയാണ് തിന്നാൻ തരുന്നത്. ഇന്നങ്ങനല്ല. ഇന്ന് രാവിലെ മദ്രസയിലേക്കും അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഫുൾ ടൈം ബീഫ്, ഫിഷ്, പിന്നെന്താ വേണ്ടി എല്ലാം നായും പന്നിയല്ലാത്തൊക്കെ ഭക്ഷണമാക്കി കൊടുത്തിട്ട് ധമ്മായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പരിധിക്കപ്പുറം ചെറിയൊരു ഭക്ഷണം, അളന്ന ഭക്ഷണം. അതുകൊണ്ടാണ് മുത്താലിമീങ്ങൾക്ക് ക്യാൻറ്റീനിലൊക്കെ പാകപ്പെട്ട ഭക്ഷണം തരുന്നത്. പഠനത്തിന് കുറവ് വരാതിരിക്കാനാണ്. അങ്ങനെയാണ് ഉദ്ദേശിക്കേണ്ടത്. അല്ല അൻവർ ഉസ്താദ് നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല. അങ്ങനെ നിങ്ങളെ പഠനത്തിന് യാതൊരു നിലക്കും ഭംഗം വരാൻ പാടില്ല. നല്ല ഹൈ ലെവലിൽ പഠിച്ച് വളരണം. അതിന് പാകപ്പെട്ട ഭക്ഷണമാണ്. ഇവിടെ ഭക്ഷണത്തിന് കുറവൊന്നുമില്ല കേട്ടോ, കുറച്ചുകൂടി വേണമെങ്കിൽ ചുരുക്കുക, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാ ഭക്ഷണം ഇങ്ങനെ ക്രമത്തിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ രൂപഭാവങ്ങൾ മാറുമ്പോൾ പഠനത്തിൻ്റെ വിഷയത്തിലും മാറ്റങ്ങൾ വരും. ഖനം കൂടി പോകുന്നു. ഖസ്വത്തുൽ ഖൽബ്, രണ്ടാമത്തെ ദുരന്തം ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം മടുപ്പ് വരുന്നു. നന്മ ചെയ്യാനൊന്നും ഹൃദയത്തിന് തോന്നുന്നില്ല. ഏറെ ഭക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിന് കടുപ്പം വരികയാണ് അല്ലേ. ഏറെ ഭക്ഷിക്കണ ഒരു മാസല്ലേ. അന്ന് കുറേ ആൾക്കാർ കുറച്ച് നിസ്കരിച്ചാണ്ട് സല്ലല്ലാഹു എന്ന് പറഞ്ഞു പോകണ്ടല്ലേ. അല്ല തറാവി ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ രാത്രി കുറച്ച് കഴിഞ്ഞാൽ എണീക്കും, അപ്പം നിസ്കരിക്കാൻ ബാക്കി. എവിടെ നിസ്കരിക്കണ്, എവിടെ എണീക്കണ്? ഇപ്പോൾ അവന് കഴിയാത്ത എന്താ സഹോദരിമാരൊക്കെ ഇശാംസ്കാരം കഴിഞ്ഞ് നേരെ നിസ്കാരക്കുപ്പായിട്ട് അങ്ങനെ കിടന്ന പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വരുന്ന ആൾ വിചാരിക്കും തറാവിയൊക്കെ കഴിഞ്ഞ ക്ഷീണം കൊണ്ട് ഉറങ്ങാണ്. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി പറയും, അല്ലട്ടോ ഉമ്മ ഇശ കഴിഞ്ഞ ഉടനെ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. കാരണം സഹോദരിമാരും അവരുടെ ശരീരം ഒന്നുകൂടി ഖനം കൂടിപ്പോയി. കാരണം റമദാനിൽ അവർക്കാണ് എന്ന് പലരും വിധി എഴുതിയിട്ട് സഹോദരിമാർക്കാണ് എന്ന് പറഞ്ഞ് സ്തുതി പറഞ്ഞ് തള്ളിയ ഒരു സാധനമാണ് പൊറോട്ട. അപ്പോൾ അത് പെണ്ണുങ്ങൾക്കാന്ന് പറയുമ്പോൾ പിന്നെ പെണ്ണുങ്ങളെ കക്ഷിയുണ്ട്. 2-3 കഴിച്ചില്ലെങ്കിൽ മോശമല്ല, റമദാൻ മാസമല്ല, അതിനൊരു ഹുർമത്തില്ലേ. അങ്ങനെ ആകുമ്പോൾ പിന്നെ ശരീരം നിയന്ത്രിച്ച് കിട്ടുന്നില്ല, ഓതാനും മുന്നോട്ട് വരുന്നില്ല,
ഇബാദത്തിനൊന്നിനും കഴിയുന്നില്ല. ഖസ്വത്തുൽ ഖൽബ് അൽ ഇസാലത്തു ഫിത്നതൻ, നല്ല ബുദ്ധികൂർമ്മത നീങ്ങിപ്പോകുന്നു. ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ നല്ല മാർക്ക് 7ലും 10ലൊക്കെ, പിന്നെ മേലോട്ട് എന്തോ ഒരു കുറവ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുറയുന്നു. അത് തീറ്റയുടെ കാറ്റഗറി കൂടിയപ്പോൾ ബുദ്ധികൂർമ്മത താഴോട്ടിങ്ങനെ പോകുന്നു. ബുദ്ധികൂർമ്മത നഷ്ടപ്പെട്ടു പോകും. ഏറെ ഭക്ഷിക്കരുത്. തളീഫു ജിസ്മിൻ അൻ ഇബാദത്തി റബ്ബിഹി ജൽബുൽ ലിനൗമിൻ ഫഹദറൻഹു വഅബ്ഹലാ. ഇബാദത്തിന് ശരീരത്തിന് ദുർബലത വരും. ഫർള് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിക്കാൻ തോന്നൂല. ഖുർആൻ ഓതിയാൽ കുറച്ചുകൂടി ഓതട്ടെ എന്ന് തോന്നൂല. ദിക്ർ ചൊല്ലിയാലും സ്വലാത്തുല്ലിയാലും മതി എന്ന് തോന്നും. ശരീരത്തിന് ഇബാദത്തിനോട് വല്ലാതെ കുറവ് വരും, ദുർബലത വരും. ജൽബുല്ലിനവും ഉറക്കിനെ വലിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് കൽബിന് മരവിപ്പ് വരുന്ന രീതിയിലുള്ള ഉറക്കം നിയന്ത്രിക്കണം, ഏറാകരുത്. ഭക്ഷണം പരിധി വിടരുത്.